ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ദിസ് വൺ ഈസ് അഗെയിൻ എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു സിംഗിൾ പാരാമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ പാരാമീറ്റർ എന്ന് പറയുന്നത് മ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് the random variable x takes the value of x is equal to e to the power minus mu times mu to the power x by x factorial, where x is equal to 0, 1, 2, 3 etc. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയാം. റൈറ്റ്, അപ്പോൾ ഇവിടുത്തെ ഈ റാൻഡം വേരിയബിൾ, ഇപ്പോൾ ബൈനോമിയൽ റാൻഡം വേരിയബിളിനകത്ത് നമ്മൾ കണ്ടത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 n വരെ ആയിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ. പക്ഷേ ഇവിടെ ഇതൊരു n വരെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അല്ല എടുക്കുക, ബട്ട് റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് കൗണ്ടബിളി ഇൻഫിനിറ്റ് വാല്യൂസ് ലൈക്ക് 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി, എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതിനകത്തേക്ക് എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ഈക്വൽ ടു 1 കിട്ടാൻ ഇതിനകത്തേക്ക് എക്സ് ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് എന്നാണ് ഈ പ്രൊപ്പോസിഷൻ പറയുന്നത്. ഓക്കെ, സോ സപ്പോസ് ദാറ്റ് ഇൻ ദി ബൈനോമിയൽ probability mass function bxnp, we let n goes to infinity. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മൾ പറഞ്ഞിരുന്നത് എക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രയൽസ് എന്നായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. റൈറ്റ്, നമ്പർ ഓഫ് ട്രയൽസ് ആയിരുന്നു. അപ്പോൾ ആസ് ഈ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് അപ്പോൾ പറഞ്ഞത് 0 to n വരെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ n ഗോസ് ടു ഇൻഫിനിറ്റി, അതായത് നമ്മൾ ഈ നമ്പർ ഓഫ് ട്രയൽസിന് ലിമിറ്റ് ഇല്ല, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സക്സസസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരെ പോവാം. റൈറ്റ്, അപ്പോൾ അങ്ങനെ ഈ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക. ബട്ട് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ദാറ്റ് ഈസ് പി ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻഡ്സ് ടു 0. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ആസ് n goes to infinity and p goes to 0 in such a way that np approaches to a particular value mu as a constant. അതായത് n വളരെ വലിയൊരു വാല്യൂവും p എന്ന് പറയുന്ന പ്രോബബിലിറ്റി വളരെ ചെറുതുമാണ്, സച്ച് ദാറ്റ് np ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ യു ഷുഡ് ഗെറ്റ് എ കോൺസ്റ്റന്റ് mu. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൺവേർജസ് ടു എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി ഈ ഒരു കണ്ടീഷൻ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ടെൻസ് ടു 0 സച്ച് ദാറ്റ് np ഈസ് ഈക്വൽ ടു mu, ഈ കണ്ടീഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ വി ഹാവ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ bx np is equal to, ഫോർമുല ഇതാണ്, ncx p to the power x 1 minus p all to the power n minus x. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് 0, 1, 2, 3 എക്സെട്ര n എന്നാണ് എടുക്കുക. ഇതിനെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ncx സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n ഫാക്ടോറിയൽ ബൈ ഇങ്ങനെ കിട്ടും, n ഫാക്ടോറിയൽ ബൈ n minus x factorial times x factorial and p to the power x. ഇതിനെ 1 minus p all to the power n divided by 1 minus p all to the power x. ഇങ്ങനെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇത് റൂൾ ഓഫ് എക്സ്പോണന്റ് അപ്ലൈ ചെയ്താൽ മതി. സോ 1 minus to the power n, ഇവിടെ മൈനസ് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും, minus p all to the power x എന്ന് കിട്ടും. And further we can simplify n factorial by n minus x factorial. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഈ n മൈനസ് എക്സ് വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള ടേംസ് മാത്രമേ ന്യൂമറേറ്ററിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് ദോസ് ടേംസ് ആർ n ടൈംസ് n മൈനസ് 1 ടൈംസ് എക്സെട്ര n മൈനസ് എക്സ് പ്ലസ് 1. ഇതായിരിക്കും ഉണ്ടാവുക ന്യൂമറേറ്ററിൽ. ആൻഡ്
divided by x factorial, then p to the power x, then 1 minus p all to the power n by 1 minus p all to the power x. This is what you will get. So this is nothing but the binomial distribution in a simplified form. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു പ്രത്യേക രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ അസംഷൻസ് കൊണ്ട് കൊടുക്കാൻ പോവുക. ഓക്കെ, നൗ let mu is equal to n times p. ഓക്കെ, അപ്പോൾ mu എന്ന് പറയുന്നത് n times p ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ p എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് mu divided by n എന്ന് എഴുതാൻ പറ്റും. സോ p is nothing but mu by n എന്ന് എഴുതാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ബൈനോമിയൽ എക്സ്പ്രഷൻ b of x n p എന്ന് പറയുന്നത് ഇങ്ങനെ മാറും. നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതി n times n minus 1 times etc n minus x minus 1 divided by x factorial times ഈ p to the power x എന്ന് പറയുന്നത് നമുക്ക് mu p ക്ക് നമുക്ക് mu by n എന്ന് എഴുതാം. ഓക്കെ, സോ mu by n all to the power x, then 1 minus mu by n all to the power n divided by 1 minus mu by n all to the power x. അതായത് just replace p by mu by n. എവിടെയൊക്കെ p കാണുന്നുണ്ടോ അതിനൊക്കെ mu by n എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാം. Okay, and then some terms will get cancelled, and we do one more adjustments here. അതായത് ഇവിടെ n minus 1 etc n minus x minus 1 എന്ന് പറയുന്ന മൊത്തം x ടേമുകളായിരിക്കും ഉണ്ടാവുക. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേം ആൻഡ് സോ ഓൺ. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ എക്സ്ത് ടേം. അങ്ങനെ മൊത്തം നമുക്ക് x ടേമുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ ടേമിനകത്തും യു ക്യാൻ സി n. n നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. എല്ലാ ടേമിൽ നിന്നും n ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ടോട്ടൽ there will be x n times, n times etc. അങ്ങനെ x n-കൾ ഉണ്ടാവും. Alright, so you take it out and then it remains like ഈ n minus 1-ൽ നിന്നും n outside എടുക്കുമ്പോൾ you will get 1 minus 1 by n എന്നാണ് കിട്ടുക. Okay, so it's like 1 minus 1 by n times etc 1 minus x minus 1 by n. Okay, then in the numerator mu to the power x by n to the power x, then 1 minus mu by n all to the power n by 1 minus mu by n all to the power x എന്ന് കിട്ടും. And there is a denominator here, that is x factorial. And now certain terms will get cancelled. See, this n to the power x cancel ആയി പോകുള്ളൂ. Okay, ഇത് cancel ആവും. Now നമുക്കിനി വേറൊരു ലിമിറ്റ്, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. As n goes to infinity, ഇത് Poisson distributionലേക്ക് പോകുന്നതാണ് നമ്മുടെ assumption. Okay, so as n goes to infinity, അപ്പോൾ നമ്മൾ ലിമിറ്റ് എടുക്കുക, ഇതിന്റെ ലിമിറ്റ് എടുക്കുക. as n goes to infinity എന്ത് സംഭവിക്കും നോക്കുക. Okay, as n goes to infinity, b of x n p becomes, as n goes to infinity, this is 1 by infinity, ഇത് 0 ആവും. So first term is 1 etc ഇതും ഇൻഫിനിറ്റി ആവും, and this term is again 1. അപ്പോൾ ഇവിടെ നമുക്ക് 1 മാത്രമേ കിട്ടുള്ളൂ. Okay, mu to the power x, അതിനകത്ത് n ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. And this 1 minus mu by n all to the power n as n tends to infinity, that is a standard limit. So just memorize that result. 1 minus mu by n all to the power n, that is nothing but e to the power minus mu divided by, there is an x factorial. Okay, and here actually it's like 1 minus mu by n all to the power x ആണുള്ളത്. അപ്പോൾ ഇവിടെ as n tends to infinity ഇത് 0 ആവും. അപ്പോൾ 1 to the power x എന്ന് കിട്ടും. 1 to the power x എന്ന് പറയുന്നത് 1 ആണ്. Okay, ഇങ്ങനെ കിട്ടും. And this is nothing but e to the power minus mu times mu to the power x by x factorial. Okay, the value of x is from 0 1 2 3 up to etc, and this is nothing but our Poisson distribution, p of x mean. Okay, so this is how we prove that this Poisson distribution is a limiting case of binomial distribution. Okay, ഇത് എക്സാമിന് ചോദിക്കാറുള്ള ഒരു പ്രോബ്ലം ആണ്. ഓൾറൈറ്റ്, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
So next is, according to this proposition, in any binomial experiment in which n is very large and p is small. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ കൺസിഡർ ചെയ്യാം. അതിനകത്ത് n വളരെ വലുതും p വളരെ ചെറുതുമാണെങ്കിൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ആവുമെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അവിടെ മ്യൂ എന്ന് പറയുന്നത് n ടൈംസ് p ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ വലുത് ചെറുതെന്ന് പറയുമ്പോൾ n എത്രമാത്രം വലുതാവാം, p എത്രമാത്രം ചെറുതാവാം എന്നൊരു ചോദ്യമുണ്ട്, റൈറ്റ്? അപ്പോൾ ഒരു ജനറൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് എടുക്കുക. അതായത് we can apply this result if n is greater than 50 and np is less than 5. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് ട്രയൽസ് n എന്ന് പറയുന്നത് 50ൽ കൂടുതലാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു യൂസ് ദിസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതുപോലെ n ടൈംസ് p ആണ് നമ്മുടെ മ്യൂ എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ 5ൽ കുറവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ആ പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു രസകരമായ വശം എന്ന് വെച്ചാൽ എപ്പോഴാണ് ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊരു ക്ലാസിക്കൽ പ്രോബ്ലം ആണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ള ചോദ്യമുണ്ട്. ഓക്കെ, സോ ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് റെയർ ഇവൻറ്റ്സ്. ഈ റെയർ ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ വല്ലപ്പോഴും സംഭവിക്കുന്ന, അപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, വിച്ച് മീൻസ് പി ഈസ് സ്മോള്, റൈറ്റ്? സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, for example, let me define x as the number of accidents in a city. Okay, ഒരു സിറ്റിയിൽ നടക്കുന്ന നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് റെയർ ഇവൻറ്റ്സ് ആണ്. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല, അല്ലേ? ഒരു ആക്സിഡന്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ആക്സിഡന്റ് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാലും ആക്സിഡന്റ് ആകാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ആക്സിഡന്റ് നമ്മൾ വല്ലപ്പോഴും അവിടെ ഇവിടേക്ക് 1 2 3 ഒക്കെ കാണാറുള്ളത്. സ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ്, റൈറ്റ്? അങ്ങനെയാണ്. അത് നമ്മൾ മാത്തമാറ്റിക്കലി ആലോചിക്കുമ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ആക്സിഡന്റ് ഈസ് റിയലി സ്മോൾ ആയിരിക്കും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഒരു സിഗ്നലിനകത്ത് ഒരു പ്രോബബിലിറ്റി ഓഫ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്നത് 50% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും 2 വണ്ടി പോയി കഴിഞ്ഞാൽ ഒരു വണ്ടിയെങ്കിലും കൂട്ടിയിടിച്ചിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും, റൈറ്റ്? നമ്പർ ഓഫ് ആക്സിഡൻസിന്റെ പ്രോബബിലിറ്റി എപ്പോഴും വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതാണ് അതിൻ്റെ ഐഡിയ. പ്രോബബിലിറ്റി ഓഫ് ആൻ ആക്സിഡന്റ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, പക്ഷേ നമ്പർ ഓഫ് ആക്സിഡൻസ് വെച്ചാൽ ദർ ഇസ് നോ ലിമിറ്റ്, റൈറ്റ്? എത്ര വേണമെങ്കിലും പോവാം. അപ്പോൾ എക്സിന്റെ വാല്യൂ വേണമെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആക്സിഡൻസ് വരെ പോസിബിൾ ആണ്, പക്ഷേ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ റെയർ ഇവൻറ്റ്സ് എന്ന് വിളിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ number of defective bulbs, okay, in a manufacturing unit. അപ്പോൾ നമ്മൾ ബൾബ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് എന്ന് പറയുന്നത് ഇതുപോലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ റെയർ ഇവൻറ്റ്സ് ആണ്. കാരണം ഒരു ഡിഫക്റ്റീവ് ബൾബ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി വളരെ ചെറുതായിരിക്കും. ഇപ്പം അതല്ല, ആ കമ്പനി ഉണ്ടാക്കുന്ന ബൾബുകൾക്ക് ഒരു 50% ഒക്കെ ഡിഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനി തന്നെ പൂട്ടിപ്പോകും, അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ബൾബ്സ് ദാറ്റ് ഷുഡ് ബി സ്മോൾ. അത് റെയർ ഇവൻറ്റ്സ് ആണ്, വല്ലപ്പോഴും സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ചില കേസിൽ എന്താവാം, ഈ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് മേ ബി ഇൻഫിനിറ്റി വരെ പോകാം. എത്ര വേണമെങ്കിലും പോവാം, നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ച് എത്ര വേണമെങ്കിലും പോവാം, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. Alright, okay, and now let's see some problems. First one, find the mean and variance of Poisson distribution. എങ്ങനെയാണ് Poisson distributionന്റെ മീനും വേരിയൻസും കാണുക എന്നാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ്, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോർമുല സിഗ്മ ഓവർ എക്സ്, എക്സ് ടൈംസ് പി ഓഫ് എക്സ്. ഇവിടെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന് പി ഓഫ് എക്സ് മ്യൂ ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to infinity ആണ് വരിക. സിഗ്മ എക്സ് ഈക്വൽ ടു 0 to infinity എക്സ് ടൈംസ് ഇ ടു ദി പവർ മൈനസ് മ്യൂ ടൈംസ് മ്യൂ ടു ദി പവർ എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് എക്സ് മ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നമുക്കൊരു എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം.
right? ഒരു എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 1 to infinity e to the power minus mu times mu to the power x by x minus 1 factorial എന്ന് കിട്ടും. ഒരു എക്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇതിനകത്ത് ഇ ടു ദി പവർ മൈനസ് മ്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് എക്സ് ഒന്നുമില്ല. സോ ദാറ്റ് കംസ് ഔട്ട്. ഓക്കെ, നൗ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 ഹിയർ. സോ വിൽ ഗെറ്റ് mu by 0 factorial 1 ആണ്, പ്ലസ് mu square by 1 factorial plus mu cube by 3 factorial plus etc. ഇങ്ങനെയാണ് കിട്ടുക. So you can see that mu is common in all these terms, so that can be factored out. So we'll get mu times e to the power minus mu times, and here we go like 1 plus mu by 1 factorial plus mu square by 2 factorial and so on. Okay, ഈ ടൈം എന്ന് പറയുന്നത് this one is nothing but ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്, ആൻഡ് this one is a സ്റ്റാൻഡേർഡ് സീരീസ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ ടു ദി പവർ മ്യൂവിന്റെ എക്സ്പാൻഷൻ ആണ്, ഇ ടു ദി പവർ മ്യൂ. അപ്പോൾ അതിനെ നമുക്ക് ഇ ടു ദി പവർ മ്യൂ എന്ന് വിളിക്കാം. സോ മ്യൂ ടൈംസ് ഇ ടു ദി പവർ മൈനസ് മ്യൂ, ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് ഇ ടു ദി പവർ മ്യൂ എന്നാണ് കിട്ടുക. അപ്പോൾ ഇ ടു ദി പവർ മ്യൂവും ഇ ടു ദി പവർ മൈനസ് മ്യൂവും കൂടെ ക്യാൻസൽ ആവും, ആൻഡ് യു വിൽ ഗെറ്റ് മ്യൂ. ഓക്കെ, so the expectation of x is nothing but mu. Okay, ഇങ്ങനെയാണ് നമ്മൾ expectation prove ചെയ്യുക. Alright, and now let's see how to find the variance. Variance കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം e of x square കാണണം. Okay, that is sigma x square p of x mu. ഇവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്ത പോലെ തന്നെ ഈ എക്സ് സ്ക്വയർ നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. എക്സ് ടൈംസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ ഇറ്റ് സെൽഫ്, ദെൻ പി ഓഫ് എക്സ്. ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഇതിനെ നമ്മൾ രണ്ട് ടൈം ആക്കി എഴുതും. ഒന്ന് സിഗ്മ എക്സ് ടൈംസ് എക്സ് മൈനസ് 1 ടൈംസ് പി ഓഫ് എക്സ് മ്യൂ പ്ലസ് സിഗ്മ എക്സ് ടൈംസ് പി ഓഫ് എക്സ് മ്യൂ. ഓക്കെ, ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ദെൻ എക്സ് ടൈംസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് തരത്തിൽ നമ്മൾ എഴുതുന്നു. ആൻഡ് ദിസ് പാർട്ട് ഇതെന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സിഗ്മ എക്സ് ടൈംസ് എക്സ് മൈനസ് 1 ടൈംസ് ഇ ടു ദി പവർ എക്സ് മ്യൂ എന്ന് പറയുന്നത് ഇ ടു ദി പവർ മൈനസ് മ്യൂ ടൈംസ് mu to the power x by x factorial എന്ന് കിട്ടും. പ്ലസ് ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് തന്നെയാണ്. ആക്ച്വലി ദിസ് ഇസ് എക്സ്പെക്ടേഷൻ തന്നെയാണ്. എക്സ്പെക്ടേഷൻ നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ മ്യൂ എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിന് ഡയറക്റ്റ് നമ്മൾ മ്യൂ എന്ന് എഴുതും. ഓക്കെ, ഇവിടെ ഈ എക്സും എക്സ് മൈനസ് 1 കൂടി ക്യാൻസൽ ആവും. എക്സ് ഫാക്ടോറിയലും എക്സ് മൈനസ് 1 കൂടി ക്യാൻസൽ ആയി, ആൻഡ് യു വിൽ ഗെറ്റ് സിഗ്മ ഇ ടു ദി പവർ മൈനസ് മ്യൂ ടു ദി പവർ എക്സ് ബൈ x minus 2 factorial എന്നാണ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്, പ്ലസ് മ്യൂ. ഓക്കെ, ഇതിനകത്ത് ഇ ടു ദി പവർ മ്യൂ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മ്യൂ സ്ക്വയർ ബൈ 1 പ്ലസ് മ്യൂ ക്യൂബ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് മ്യൂ ടു ദി പവർ 4 ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര ഇങ്ങനെ കിട്ടും, പ്ലസ് മ്യൂ. ഇതിൽ നിന്നും ഒരു മ്യൂ സ്ക്വയർ ആണ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. മ്യൂ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇ ടു ദി പവർ മൈനസ് മ്യൂ, ബാക്കി വരുന്ന ഈ എക്സ്പ്രഷൻ ഇ ടു ദി പവർ മ്യൂ ആയിട്ട് തന്നെ കിട്ടും. ഇതൊരു മ്യൂ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ മുമ്പ് ചെയ്ത പോലെ ഇത് 1 പ്ലസ് മ്യൂ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ തന്നെ കിട്ടും ഈ എക്സ്പ്രഷൻ. അത് എന്ന് പറയുന്നത് ഇ ടു ദി പവർ മ്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, പ്ലസ് മ്യൂ എന്ന് കിട്ടും, ആൻഡ് ദിസ് ഇ ടു ദി പവർ മൈനസ് മ്യൂ ക്യാൻസൽ ആവും, ആൻഡ് യു വിൽ ഗെറ്റ് മ്യൂ സ്ക്വയർ mu square plus mu എന്നാണ് കിട്ടുക. Okay, and therefore we can find the variance of x. Variance of x in the formula e to the power x square minus e of x the whole square എന്നാണ്. അപ്പോൾ ഇത് mu square plus mu minus mu square എന്ന് കിട്ടും. So the variance is again mu. അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഓക്കെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും
വേരിയൻസ് ഓഫ് എക്സും രണ്ടും എന്ത് തന്നെയായിരിക്കും, മ്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട് എന്ന് പറയും. അതായത് ഫസ്റ്റ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് Poisson distribution as a limiting case of binomial distribution. That is one question. Then mean of the Poisson distribution and the variance of the Poisson distribution. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ വേർഡ് പ്രോബ്ലംസ് ആണ് പിന്നെ വരിക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഏതാനും വേർഡ് പ്രോബ്ലംസ് നോക്കാം. So this question says that if a publisher of non-technical books takes great pains to ensure that books are free of typographical errors, okay, so that the probability of any given page containing at least one such error is 0.005. അപ്പോൾ ഒരു പേജിനകത്ത് മിനിമം ഒരു എറർ എങ്കിലും ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.005 ആണ്. ഓക്കെ, സി can observe that ഇതൊരു പ്രോബബിലിറ്റി ആണ്. ആ പ്രോബബിലിറ്റിയുടെ വാല്യൂ വളരെ കുറവാണ്, റൈറ്റ്? And errors are independent from page to page. What is the probability that one of its 400 page novels will contain exactly one page with errors? Okay, അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന 400 പേജസ് ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് 400 ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഔട്ട് ഓഫ് 400 പേജ് എക്സാക്ട്ലി ഒരു പേജിൽ മാത്രം എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ n ചൂസ് ചെയ്തിരിക്കുന്ന 400 ആണ്, ആൻഡ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 50. 50ൽ കൂടുതലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമുല നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു 1 പാരാമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ടു ദി പവർ മൈനസ് മ്യൂ മ്യൂ ടു ദി പവർ എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ബട്ട് വി നോ ദാറ്റ് മ്യൂ ഇസ് നത്തിങ് ബട്ട് n ടൈംസ് പി. അപ്പോൾ ഈ എന്നും പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 400 ടൈംസ് 0.005 ഇസ് 2 കിട്ടും, റൈറ്റ്? അപ്പോൾ ക്വസ്റ്റൻ ഇതാണ്, എക്സാക്ട്ലി വൺ പേജിനകത്ത് ഒരു പേജിൽ മാത്രം എറർ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചിരിക്കുക. അതായത് എക്സിൻ്റെ വാല്യൂ 1 ആവാനുള്ള പ്രോബിലിറ്റി. വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 1? ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 1 അല്ല, പി ഓഫ് 1 മ്യൂ, അങ്ങനെയാണ് നമ്മൾ ഫോമുല എഴുതുക. സോ ഈ എക്സ്പാൻഷനകത്ത് ഇ ടു ദി പവർ മൈനസ് 2, മ്യൂവിൻ്റെ വാല്യൂ 2 ആണ്, 2 ടു ദി പവർ എക്സിന് 1 കൊടുക്കുക ബൈ 1 ഫാക്ടോറിയൽ. അപ്പോൾ ഒന്നുകിൽ ഇത് കാൽക്കുലേറ്ററിൽ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ഒരു ടേബിൾ അവൈലബിൾ ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. സി, ഇതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ പ്രോബബിലിറ്റിയുടെ വാല്യൂസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത് 0.1 മുതലുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 0.1 0.1 മുതലുള്ള വാല്യൂസ് അവൈലബിൾ ആണ്. 0.1 മ്യൂവിൻ്റെ വാല്യൂ 0.1, 0.2, 0.3 മുതൽ 0.1 വരെയുള്ള വാല്യൂസ് അവൈലബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ 2, 3, 4 അപ് ടു 20, മ്യൂവിൻ്റെ വാല്യൂ 20 വരെയുള്ള അവൈലബിൾ ആണ്. പക്ഷേ എല്ലാ വാല്യൂ ഇല്ല. അതുപോലെ 2, 3, 5, 7 അങ്ങനെയുള്ള വാല്യൂസിന് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ എക്സിൻ്റെ വാല്യൂ 0, 1, 2 ഇങ്ങനെ ആവാനുള്ള പ്രോബബിലിറ്റീസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 2 ആണ്, റൈറ്റ്? മ്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1 ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. 1ലെയും 0ലെയും കൂടെ പ്രോബിലിറ്റി സം ചെയ്തിട്ടാണ് 0.406 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 1ലെ മാത്രം പ്രോബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ 1 വരെയുള്ള പ്രോബിലിറ്റിയിൽ നിന്ന് തൊട്ട് മുമ്പിലുള്ള പ്രോബിലിറ്റി കുറയ്ക്കേണ്ടി വരും. അപ്പോൾ 0.406 മൈനസ് 0.135 ആയിരിക്കും ആൻസർ. 0.406 മൈനസ് മൈനസ് 0.135. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രോബിലിറ്റി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയാം. സോ വിൽ ഗെറ്റ് 1.7.2. 0.271 ആയിരിക്കും ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. ഇത് കാൽക്കുലേറ്ററിൽ നമുക്ക് വേണം വെരിഫൈ ചെയ്യാം. 2/e² കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് അറ്റ്മോസ്റ്റ് 3 പേജസ് വിത്ത് എറേഴ്സ്. മാക്സിമം 3 പേജസേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ വേണമെങ്കിൽ 0, 1, 2, 3 വരെ ഉള്ളതിൻ്റെ സം എടുക്കണം, റൈറ്റ്? പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4. ഒന്നിൽ നമുക്ക് ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് 3 വരെയുള്ളത് നമുക്ക് ഡയറക്റ്റ് ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, 3 വരെയുള്ളതിൻ്റെ സം എന്ന് പറയുന്നത് 0.857 ആണ്. സി, മ്യൂ 2 ആയിട്ടുള്ള 3 വരെയുള്ള ഈ 0, 1, 2, 3 പ്രോബിലിറ്റിയുടെ സമ്മാണ് 3ൽ കിട്ടുക. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ 0.857 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയാം. 0.857. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ,
ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ വേറെ ഒരു പ്രോബ്ലം. ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് മെറ്റീരിയൽ അനോമലീസ് ഒക്കറിങ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ഓഫ് ആൻ എയർക്രാഫ്റ്റ് ഗ്യാസ് ടർബൈൻ ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു ആർട്ടിക്കിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ പ്രൊപ്പോസ് ചെയ്യുന്ന ഇങ്ങനെയാണ്: ദാറ്റ് ആർട്ടിക്കിൾ പ്രൊപ്പോസസ് എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഫോർ എക്സ്. അപ്പോൾ ഈ നമ്പർ ഓഫ് മെറ്റീരിയൽ അനോമലീസ് ഒക്കറിങ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ഓഫ് ആൻ എയർക്രാഫ്റ്റ് ഗ്യാസ് ടർബൈൻ ഡിസ്ക്. ഇതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ അവൈലബിൾ ആണ്, 2006 ഇറങ്ങിയ ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ഒരു പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അതിൻ്റെ മ്യൂ പറഞ്ഞ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡയറക്റ്റ്ലി മ്യൂ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് e⁻⁻μ μ to the power x by x ഫാക്ടോറിയൽ. ഫോർമുല ഇതാണ്. മ്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ e⁻⁻4 4 to the power x by x ഫാക്ടോറിയൽ കിട്ടും. x varies from 0 to infinity. ഓക്കെ, ആൻഡ് സി ദ പ്രോബിലിറ്റി p of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4 വരെയുള്ള പ്രോബിലിറ്റീസിൻ്റെ സം എടുക്കാനാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ മതി. മ്യൂ 4 ആകുമ്പോൾ മ്യൂ 4 ആയിട്ടുള്ള ലുക്ക് അറ്റ് ദ ടേബിൾ, മ്യൂ 4 ആയിട്ടുള്ള 4 വരെയുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടാൻ ആൻസർ. മ്യൂ 4 ആണ്, 4 വരെയുള്ള പ്രോബിലിറ്റിയുടെ സം 0.629 എന്ന് കിട്ടും. 0.629 and that is what this probability. ഓക്കെ, അതുപോലെ അതിനകത്ത് സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് സി പി ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 എന്നാണ്. സ്ട്രിക്ട്ലി ലെസ് ദാൻ 4 ആണ്. സ്ട്രിക്ട്ലി ലെസ് ദാൻ 4 എന്ന് വെച്ചാൽ പിന്നെ എക്സിൻ്റെ വാല്യൂ 0 മുതൽ 3 വരെ 0 to 3. അപ്പോൾ 3 വരെയുള്ള പ്രോബിലിറ്റിയുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ടേബിളിൽ നിന്ന് എടുക്കുമ്പോൾ 3 വരെയുള്ള പ്രോബിലിറ്റി സം എന്ന് വെച്ചാൽ 0.433 ആയിരിക്കും. റൈറ്റ്, അപ്പോൾ 0.433 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ആൻഡ് പി ഓഫ് 4 to 8, പി ഓഫ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ 8 വരെയുള്ള പ്രോബിലിറ്റി, ടോട്ടൽ 8 വരെയുള്ള പ്രോബിലിറ്റീസിൻ്റെ സം എടുക്കുക, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ മൈനസ് 4ന് തൊട്ട് മുമ്പുള്ള 3 വരെയുള്ളതിൻ്റെ സമ്മ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 4 മുതൽ 8 വരെയുള്ള കിട്ടും. റൈറ്റ്, അപ്പോൾ 8 വരെയുള്ളതിൻ്റെ വാല്യൂ മൈനസ് 4 വരെയുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 8 വരെയുള്ളതിൻ്റെ വാല്യൂ ഇതാണ് 0.979 മൈനസ് 3 വരെയുള്ളത് 0.433. ഓക്കെ, 979 മൈനസ് 0.433 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബിലിറ്റി കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ട് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. 8ഉം അതിന് മുകളിലേക്കുള്ള കംപ്ലീറ്റ് പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടല്ലേ, പി ഓഫ് 8, 9, 10, 11 അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ടോട്ടൽ പ്രോബിലിറ്റിന്ന് 7 വരെയുള്ള പ്രോബിലിറ്റി സബ്ട്രാക്ട് ചെയ്താൽ മതിയോ. So total probability is 1. So 1 minus probability that x is less than or equal to 7. അപ്പോൾ 7 വരെയുള്ള പ്രോബിലിറ്റി സം എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും 0.947 വരെയുള്ളത് 0.949 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ 1 മൈനസ് 0.949 ചെയ്യുമ്പോൾ 0.051 എന്ന് കിട്ടും. ഓക്കെ, that's it. Okay, let's see one more problem. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. In proof testing of circuit boards, the probability that any particular diode will fail is 0.01. Suppose a circuit board contains 200 diodes. അപ്പോൾ ഒരു സർക്യൂട്ട് ബോർഡിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയാം. ഒരു സർക്യൂട്ട് ബോർഡിൽ 200 ഡയോഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഡയോഡ് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി 0.01 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, എക്സ് ഇസ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ഓഫ് ദി ഡയോഡ്സ്. അതാണ് നമ്മൾ ഫസ്റ്റ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉദ്ദേശിക്കാം. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് 0.01. അങ്ങനെ മൊത്തം 200 ഡയോഡ്സ് ഉണ്ടാവും ഒരു ബോർഡിൽ, in a single board. So n is equal to 200. So we can see here the value of n is greater than 50. Therefore we can use the Poisson distribution. So mu is equal to n times p. So 200 times 0.01 is going to be 2. Okay, അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ഇവിടുത്തെ mu വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. Let's see the first question. How many diodes would you expect to fail? Okay, അതായത് out of this 200 diodes, how many would you expect to fail? That means the expectation of x. That's a question. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ എക്സ്പെക്ടേഷൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ എക്സ്പെക്ടേഷൻ ഇസ്, what is the formula for expectation? And that is nothing but mu, right? അപ്പോൾ അത് mu ആണ്. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. mu എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഔട്ട് ഓഫ് 200 always you have to expect 2 diodes may fail.
റൈറ്റ്. അതാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് ദി വേരിയൻസ് ആണ്. വേരിയൻസ് പറയുന്നത് എല്ലായ്പ്പോഴും മ്യൂ തന്നെയാണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. The second question, what is the probability that at least 4 diodes will fail? At least 4 diodes will fail out of 200. അപ്പോൾ at least 4 എന്ന് പറയുമ്പോൾ probability that x is greater than or equal to 4 ആണല്ലേ. 4 മുതൽ 200 വരെ പോവാം, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ 1-ൽ നിന്നും 3 വരെയുള്ള പ്രോബിലിറ്റി കുറച്ചാൽ മതിയാവും. സോ 1 മൈനസ് പി പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ മ്യൂ 4 ആകുമ്പോൾ ഉള്ള ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ അപ് ടു 3 ടേബിളിൽ നിന്ന് കിട്ടും. മ്യൂ 2 ആകുമ്പോൾ ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ 2 ആണ്. നമ്മുടെ പ്രോബ്ലത്തിൽ മ്യൂ 2 ആണ്. മ്യൂ 2 ആകുമ്പോൾ 3 വരെയുള്ള പ്രോബിലിറ്റി സി ഇതാണ്. അപ്പോൾ 0.857 ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 0.857. സോ ദ ആൻസർ ഇസ് 0.1143 എന്ന് കിട്ടും. 0.143. ഓക്കെ. അപ്പോൾ ഈ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡയോഡുകളെ കുറിച്ചിട്ടാണ്. ഒരു ബോർഡിലുള്ള ഔട്ട് ഓഫ് 200 ഡയോഡ്സിൽ എത്ര എണ്ണം ഫെയിൽ ആവാം എന്ന രീതിയിലാണ് എയും ബിയും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പ്രോബ്ലം മാറി. കാരണം നമ്മൾ അങ്ങനെയുള്ള 5 ബോർഡ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കും, 5 ബോർഡ് എടുക്കുകയാണെന്ന് വിചാരിക്കും, 5 ബോർഡ്സ്, റൈറ്റ്. അങ്ങനെ 5 ബോർഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ how likely is it that at least 4 of them will work properly? അപ്പോൾ ഔട്ട് ഓഫ് 5 4 എണ്ണം എങ്കിലും വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് മാറി. n എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് പോവുക. n 5 ആണ്. അതിൽ ഒരെണ്ണം വർക്ക് ചെയ്യാന്നുള്ള എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബോർഡ് എപ്പോഴാണ് വർക്ക് ചെയ്യുക? ഒരു ബോർഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഡയോഡും വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഔട്ട് ഓഫ് 200 ഡയോഡ്സ് ഒരു ബോർഡിലുള്ള 200 എണ്ണം വർക്ക് ചെയ്യുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫെയിലിയർ ഇല്ല, നോ ഫെയിലിയർ ആണ്, റൈറ്റ്. അപ്പോൾ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്. അപ്പോൾ ഇവിടെ ബോർഡിനെ കുറിച്ചിട്ടാണ് പറയാം, നോട്ട് അബൌട്ട് ദ ഡയോഡ്സ്. ഓക്കെ. അപ്പോൾ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ബോർഡും വർക്ക് ചെയ്യണം, ഒരു ഡയോഡും ഫെയിൽ ആവരുത്. ഓക്കെ. സോ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ഡയോഡ്സ് വിൽ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സെയിം ആസ് പ്രോബബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദ ഡയോഡ്സ് ഫെയിൽ, അല്ലേ. അപ്പോൾ ഒരു ഡയോഡും ഫെയിൽ ആവരുത്, റൈറ്റ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പി ഓഫ് 0 നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനകത്ത് 0 കൊടുത്താൽ മതി. ഒരു ഫെയിലിയറും ഇല്ലാത്ത പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മ്യൂ 2 ആകുമ്പോൾ യൂസിങ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആ പ്രോബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ 2 ആകുമ്പോൾ പി ഓഫ് 0 സി 0.135 ആണ്. ഓക്കെ. അപ്പോൾ ഈ പ്രോബിലിറ്റി നമുക്ക് തരുന്നത് ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ്. അതായത് ഒരു ഡയോഡും ഫെയിൽ ചെയ്യുന്നില്ല. That means that board will work. So this is the probability that board works perfectly. Okay, so this is the success. ഇനി നമ്മൾ പുതിയൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. ആ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് y ആണ്. ഓക്കെ. നമ്പർ ഓഫ് വർക്കിംഗ് ബോർഡ്സ്. അപ്പോൾ ഇവിടെ y-യുടെ വാല്യൂ എന്ന് പറയുന്നത് വൈയുടെ പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, അപ് ടു 5. മൊത്തം 5 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അത് ഔട്ട് ഓഫ് 5 എത്ര എണ്ണം? 4 എണ്ണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് പി എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് എടുക്കാം? ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.135 ആണ്. ഓക്കെ. അപ്പോൾ ഈ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ദാറ്റ് ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. സോ y ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ n എന്ന് പറയുന്നത് 5 ആണ്. ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.135 ആണ്. ഓക്കെ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. സോ പ്രോബിലിറ്റി ദാറ്റ് y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് ആക്ച്വലി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, റൈറ്റ്. സി അറ്റ്ലീസ്റ്റ് 4 ഓഫ് ദം വിൽ വർക്ക് പ്രോപ്പർലി. അപ്പോൾ മൊത്തം 5 എണ്ണം എടുത്താൽ 4 എണ്ണം എങ്കിലും വർക്ക് ചെയ്യണം. അപ്പോൾ 4 5 2 പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 4 ആൻഡ് പ്രോബിലിറ്റി ഓഫ് 5 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. NCX n 5 ആണ്. സോ NC 4 ടൈംസ് P എന്ന് പറയുന്നത് 0.135 all to the power 4 ടൈംസ് 1 മൈനസ് P all to the power n മൈനസ് 5 മൈനസ് 4 1 ആണ്. അതുപോലെ P of 5ൻ്റെ പ്രോബിലിറ്റി 5C5 0.135 all to the power 5 ടൈംസ് 1 മൈനസ് 0.135 all to the power 0. ഇതാണ് പ്രോബിലിറ്റി. ആൻഡ് ഇതിപ്പോൾ കണ്ടുപിടിക്കാൻ നമുക്ക് ടേബിൾ പറ്റത്തില്ല, കാരണം ഇവിടെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.135 ആണ്. ഇതിൻ്റെ ടേബിൾ അവൈലബിൾ അല്ല. സോ ദർ ഇസ് നോ ചോയ്സ്, വി ഹാവ് ടു യൂസ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വേർഡ് പ്രോബ്ലംസ് ചെയ്യുക. Okay, so that's all about Poisson distribution. I hope you get the ideas well. Okay,
അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ദെൻ സീ യു ബൈ.